അങ്ങനെയാണെങ്കിൽ നീ അയാളുടെ മുന്നിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാമെന്ന് അവനും പറയുന്നു. അവന് തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കെയർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോഴാണ് കുറച്ച് അപ്പുറത്തുള്ള സീറ്റിൽ രണ്ടുപേരിരുന്ന് അവൾക്ക് ഇഷ്ടമുള്ള ആ ഡ്രൈഡ് ഫ്രൂട്ട് കഴിക്കുന്നത് കണ്ടത്. ഹൂഷുവിന് അത് കണ്ടപ്പോൾ കൊതി വരുന്നുണ്ട്. അവൾ തൻ്റെ അടുത്തേക്ക് വരുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നതുകൊണ്ട് ഷിയു അവൾക്ക് വേണ്ടി ഒരു പാക്കറ്റ് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് അവൾക്ക് നീട്ടുന്നു. അതും അവളെ അത്ഭുതപ്പെടുത്തുന്നു. എന്തായാലും അവളത് വാങ്ങി കഴിക്കുന്നു. ഈ സമയത്താണ് തൻ്റെ മിഷനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെ വന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അതിനെപ്പറ്റി മറന്നു പോയിരുന്നു. അവളിരിക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് അവൻ്റെ കോട്ട് കിടപ്പുണ്ടായിരുന്നത്. അതിൻ്റെ പോക്കറ്റിലാണ് ആ വാച്ചുള്ളത്. അവൾ പതുക്കെ അതിലേക്ക് കൈയിടുന്നുണ്ട്. ജിങ്ഷിൻ ഈ സമയമൊക്കെ ഹൂഷുവിനെ അന്വേഷിച്ച് തെരുവിലൂടെ നടക്കുകയായിരുന്നു. ഇതിനിടയിൽ എതിരെ വന്ന ഒരാൾ അബദ്ധത്തിൽ അയാളെ ഒന്ന് ഇടിക്കുന്നുണ്ട്. അയാളോട് ഭയങ്കരമായി ജിങ്ഷിൻ ദേഷ്യപ്പെടുകയും തുറച്ചു നോക്കിയാൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. സിനിമ കഴിഞ്ഞപ്പോൾ ഹൂഷു തന്നെയാണ് ഷിയുവിന് അവൻ്റെ കോട്ടെടുത്ത് നൽകിയത്. അത് ധരിച്ച ശേഷം അവൻ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് തുറച്ചു നോക്കുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ചുണ്ടിലൊക്കെ അവൾ നേരത്തെ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ പൊടി പറ്റിയിരിക്കുന്നത് അവൻ പറയുന്നത്. ഇവിടുത്തെ ഫ്രൂട്ടിന് ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവൾ കുറ്റം പറയുന്നു. ഗെയിം കളിക്കാൻ വന്നിട്ട് ഇവിടുത്തെ ഫുഡിനെ പറ്റി ഒരാൾ കംപ്ലൈൻറ്റ് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്നുണ്ട്. ഹൂഷുവും ചെറുതായി ചമ്മുന്നു. ഈ സമയത്താണ് ജിങ്ഷിൻ തന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്ന അവൾ കണ്ടത്. അവൻ കാണാതെ അവൾ വെപ്രാളപ്പെട്ട് തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷിയു അവളെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തൻ്റെ തോക്കെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ലൈറ്റിലേക്ക് വെടിവെക്കുന്നു. അങ്ങനെ അത് പൊട്ടുന്നതിനാൽ അവിടെ മുഴുവൻ ഇരുട്ടാവുന്നു. വെടിവെച്ച് കേട്ട് എല്ലാവരും ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചീഫ് നിങ് കുറേ ഓഫീസേഴ്സുമായി അങ്ങോട്ടേക്ക് വരുന്നതും അവർ കാണുന്നു. പക്ഷേ അവനെ മീറ്റ് ചെയ്യാതെ ഹൂഷു ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും കൂടി കണ്ടപ്പോൾ ഷിയു അവളെ വിളിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോകാൻ നോക്കുന്നു. അത് എമർജൻസി എക്സിറ്റ് ആയിരുന്നു. അവിടെ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് ഹൂഷു അപ്പോഴാണ് അറിയുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരിടനാഴിയിലൂടെ വേറൊരു വഴി പോകുന്നതുകൊണ്ട് അതെങ്ങോട്ടുള്ളതാണെന്ന് അവൾ ചോദിക്കുന്നു. അത് ഹാളിലേക്കുള്ള വഴിയാണെന്ന് അവൻ പറഞ്ഞു കൊടുത്തിട്ട് മറ്റേ വഴിയിലൂടെ അവളെ ഇങ്ങോട്ട് പുറത്ത് കിടക്കുന്നുണ്ട്. സേഫായ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകാൻ തുടങ്ങുന്നു. ഹൂഷു അവനെ മേയറാവാനുള്ള ആശംസകൾ അറിയിച്ചിട്ടാണ് പോയത്. ഈ സമയത്താണ് അവൻ്റെ ഒരു സബോർഡിനേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ പോക്കറ്റ് വാച്ച് ഓഫീസിൽ കാണാനില്ല, അത് എവിടെയാണെന്ന് അറിയാമോ എന്ന് അന്വേഷിക്കുന്നത്. അതും എടുത്തുകൊണ്ടാണ് താൻ വന്നതെന്ന് ഷിയു പറയുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ കൈവശം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിലേക്ക് കൈയിടുന്നുണ്ട്. ഹൂഷു അടിച്ച് മറ്റൊക്കെ പോയി കാണും എന്ന് തന്നെയാണ് അവൻ വിചാരിച്ചത്. പക്ഷേ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ട് അവൻ അത്ഭുതപ്പെടുന്നു. അവൻ വേഗം തന്നെ അത് പുറത്തെടുത്ത് നോക്കുന്നുമുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. ചീഫ് നിങ്ങിൻ്റെ കള്ളക്കടത്തിനെതിരായിട്ടുള്ള പ്രൂഫായിരുന്നു അത്. ഹൂഷു അതുകൂടി അവൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടായിരുന്നു പോയത്. അവൾ തന്നെ ചീറ്റ് ചെയ്തിട്ടാണെങ്കിലും അവളുടെ മിഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കും എന്നായിരുന്നു ഷിയു കരുതിയത്. ഇപ്പോൾ അതിനെതിരായിട്ട് അവൾ തന്നെ സഹായിച്ചത് അവനെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവൾ പോയ വഴിയിലേക്ക് അവൻ വേഗം പുറകെ ഓടുന്നുണ്ട്. ഹൂഷു ഈ സമയം നല്ല സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പോയത്. ചീഫ് നിങ്ങിനെ ആദ്യം മീറ്റ് ചെയ്ത സമയത്ത് അവൾ അന്ന് പോകുന്ന ടൈമിലാണ് അവൾ ആ തെളിവ് അയാളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടെയായിരുന്നു അവൾ പോകുന്നത്. ഈ സമയത്താണ് ഷിയു പിന്നാലെ വന്നവളെ വിളിച്ചത്. എന്തിനാണ് എന്നെ സഹായിച്ചതെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഞാൻ ആദ്യം റിപ്പോർട്ടറായ സമയത്ത് എല്ലാവരും കരുതിയത് എന്നെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാൻ സാധിക്കും, അവരുടെയൊക്കെ സ്വാധീനത്തിൽ ഞാൻ മുങ്ങിപ്പോവും എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റേതായ വിശ്വാസങ്ങളുണ്ട്, അതേപോലെ കുറേ സ്വപ്നങ്ങളുമുണ്ട്. ജനറൽ ഷിന്നായിരിക്കും മേയറാവാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സഹായിച്ചത്. എൻ്റെ തോന്നലുകളൊന്നും വെറുതെ ആവാറില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. നേരത്തെ ഷിയു അവളെ വിശ്വാസമാണ് എന്ന രീതിയിൽ തിയേറ്ററിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അവൾ അതിനന്നേരം മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഒരിക്കലും താൻ അവനെ ചതിക്കുകയില്ല എന്ന് ഈ ഡയലോഗിലൂടെ അവൾ അവനും ഉറപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ കൂളായിട്ട് ഡയലോഗൊക്കെ അടിച്ചെങ്കിലും അവൻ്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഹൂഷു വേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നു. ശരിക്കും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയാണ് അവളിങ്ങനെ ഒരു മാസ് ഡയലോഗായി കാച്ചിയത്. എന്തായാലും താൻ വളരെ കൂളായിരുന്നുവെന്ന് അവൾക്ക് തന്നെ തോന്നുന്നുണ്ട്. സാഹുവും വാങ്ങും ഈ സമയം ഡാൻസിങ് ഹാളിലായിരുന്നു. ഹൂഷു ഇങ്ങനെ ഷിയുവിനൊപ്പം പോയത് കാരണം ആകെ കലിപ്പിലായ ജിങ്ഷിൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ പല പെൺകുട്ടികളും കാണാൻ സുന്ദരന്മാരായ NPCകളെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് കാശും കളഞ്ഞ് ഈ ഗെയിമിന് വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൂഷു അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് പറഞ്ഞ് അയാൾ ഹൂഷുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ പറയാൻ തുടങ്ങുന്നു. ഹൂഷു ഒരു NPCക്കൊപ്പം മോശമായ രീതിയിൽ പെരുമാറി എന്നൊക്കെയാണ് അയാൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സാവോയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കുമോ? അവൾ ആദ്യമൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അവസാനം അവൾ അയാളെ തിരിച്ചും കുറ്റം പറയാൻ തുടങ്ങുന്നു. അതോടെ കാര്യങ്ങളാകെ വഷളാവുന്നുണ്ട്. സാവോയും ജിങ്ഷിനും പരസ്പരം ഓരോന്ന് പറഞ്ഞ് തമ്മിൽ അടിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാങ് ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കട്ടയ്ക്ക് തർക്കിച്ച് നിൽക്കുകയാണ്. ഈ ബഹളം നടക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റു പ്ലെയേഴ്സ് ആരൊക്കെയോ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് വാങ് അവരെ തടയാനായി പോയ സമയത്ത് ജിങ്ഷിൻ സാവോയെ അടിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ഹൂഷു അങ്ങോട്ടേക്ക് എത്തിയത്. അവൾ ഒട്ടും മടിച്ചില്ല. നേരെ ചെന്ന് ജിങ്ഷിനെ പിടിച്ചു നിർത്തി അയാൾക്ക് ടർണം പൊട്ടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റമാവുന്നുണ്ട്. സാവോയും ഇടയ്ക്ക് വന്ന് കയറുന്നു. ഈ ബഹളത്തിനിടയിൽ ജിങ്ഷിൻ
ഹൂഷുവിനെ പിടിച്ച് തള്ളുന്നു. പുറകിലേക്ക് പോയ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയിൽ ചെന്ന് ഇടിച്ച് മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നാലെ ആ പ്രതിമയും അവളുടെ പുറത്തേക്ക് വീഴാൻ തുടങ്ങുന്നു. ആർക്കും ഒന്നും ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. പക്ഷേ തക്ക സമയത്ത് അവിടെ എത്തിയ ഷിയു തൻ്റെ കൈകൊണ്ട് ആ പ്രതിമ തട്ടി മാറ്റുന്നതിനാൽ അത് അവളുടെ മുകളിലേക്ക് വീഴുന്നില്ല. അങ്ങനെ ഹൂഷു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഷിയുവിൻ്റെ കൈക്ക് ഇത് കാരണം നന്നായി പരിക്കേൽക്കുന്നു. അവൻ ഇത്രയും റിസ്ക് എടുത്ത് തന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഹൂഷു ആകെ അമ്പരന്നിരിക്കുകയാണ്. കൈക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഷിയു ആദ്യം അന്വേഷിച്ചത്. എല്ലാവരും കൂടി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പക്ഷേ ഹൂഷുവിൻ്റെ പേടി മുഴുവൻ അവൻ്റെ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു. അവൾ തിരിച്ച് അവൻ്റെ കയ്യിൽ പിടിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന പ്ലേയേഴ്സ് എല്ലാം കൂടി തങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു NPC ആയ ചീഫ് നിങ് പോലീസിനെ വിളിക്കാമെന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പോലീസ് വന്നാൽ ഈ ഗെയിമിനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പരക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ ഒതുക്കി തീർക്കുന്നതായിരിക്കും നല്ലതെന്ന് മറ്റൊരു NPC പറയുന്നു. അപ്പോഴാണ് ഇന്നത്തെ ഗെയിമിന് വന്ന എല്ലാവരുടെയും ക്യാഷ് റീഫണ്ട് ചെയ്തേക്കാനും അടുത്ത തവണ അവർ ഗെയിം കളിക്കാൻ വരുമ്പോൾ 30% ഡിസ്കൗണ്ട് നൽകാനും ഷിയു പറയുന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ ഓണറല്ലേ തീരുമാനിക്കേണ്ടതെന്ന് ചീഫ് നിങ് ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഓണറെന്ന് ഷിയു അപ്പോൾ പറയുന്നു. ഹൂഷു ഉൾപ്പെടെ എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അവനാണ് എൻ്റെ ബോസ് എന്നുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഗെയിം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങുന്നു. എന്തിനാണ് നീ വെറുതെ അയാളുമായി വഴക്കുണ്ടാക്കിയെന്നൊക്കെ ഹൂഷു സാവോയോട് ചോദിക്കുന്നുണ്ട്. അയാളുടെ വായിൽ നിന്ന് വരുന്നതെന്ന് കേട്ടിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല എന്ന് സാവോ പറയുന്നു. സാവോയ്ക്ക് അയാളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല അവളുടെ കാര്യം നോക്കാൻ വാങ് കൂടെയുണ്ട്. അതുകൊണ്ട് ഷീവിൻ്റെ അടുത്തേക്ക് പോയിക്കോളാൻ അവൾ ഹൂഷുവിനോട് പറയുന്നു. അപ്പോഴേക്കും വാങ് അങ്ങോട്ടേക്ക് വരുന്നതിനാൽ അവരോട് പെർമിഷൻ വാങ്ങിയിട്ട് ഹൂഷു ഷീവിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ആ സമയം ഗോങ്ങിനോട് ഫോണിൽ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. ഹൂഷുവിനെ കണ്ടതോടെ അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ അവൻ്റെ ഒപ്പം ചെല്ലാമെന്ന് ഹൂഷു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ അവനേക്കാൾ വെപ്രാളം അവൾക്കായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ആ വെപ്രാളം കാരണം നേരവണ്ണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ടൊരു പേഷ്യൻറ്റിനെ പോലെയാണ് അവൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമല്ല, എൻ്റെ കൈക്കല്ലേ കുഴപ്പം, കാലിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാൻ മര്യാദയ്ക്ക് നടന്നു വന്നോളാം എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ വിടുന്നില്ല. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം ആദ്യം എന്ന് അവൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാതെ അവൾ റിസപ്ഷനിൽ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പരിക്ക് പറ്റി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അവരും രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ അവൾ രജിസ്റ്റർ ചെയ്യാനായി പോകുന്നു. ഡോക്ടറുടെ മുന്നിൽ ചെന്നപ്പോഴും അവനേക്കാൾ കൂടുതൽ വെപ്രാളം അവൾക്കായിരുന്നു. അവൻ്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വരയ്ക്കുന്നതിന് പ്രശ്നം കാണുമോ എന്നൊക്കെ അവൾ വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട്. അവളുടെ ഈ വെപ്രാളം കണ്ടുകൊണ്ട് അവൾ അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് ഡോക്ടർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയും ചെയ്യുന്നു. ഞാൻ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് ഹൂഷു പറയുന്നു. എന്നിട്ട് അവൻ്റെ കൈയെക്കുറിച്ച് വീണ്ടും അവൾ ആകാംക്ഷയോടെ തിരക്കുന്നുണ്ട്. എക്സ്റേ എടുത്ത ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നതിനാൽ രണ്ടുപേരും കൂടി പോയി എക്സ്റേ എടുത്തിട്ട് തിരികെ വരുന്നു. എന്തായാലും അവൻ്റെ എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, മാംസം ചതഞ്ഞിട്ടേ ഉള്ളൂ, അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശരിയായിക്കോളും എന്ന് ഡോക്ടർ അറിയിക്കുന്നു. അതിനുവേണ്ടി കുറച്ച് മരുന്ന് നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല എന്ന കാര്യവും ഡോക്ടർ അറിയിക്കുന്നു. താവും മുഖത്ത് അടികിട്ടിയ ഭാഗത്ത് ഐസ് പാക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ങി തന്നെയാണെന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഫുഡെല്ലാം ശരിയായ ശേഷം അവളെ കഴിക്കാനായി വിളിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അവൻ്റെ ഒരു ക്ലയൻറ്റിനെ അല്ലേ മിസ്സാക്കിയിരിക്കുന്നത്. അതിനൊക്കെ സാവോ സോറി പറയുന്നു. പക്ഷേ അയാളെ പോലെയുള്ള ഒരു ക്ലയൻറ്റുമായി ഡീലിംഗ് നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രശ്നത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ഇങ്ങനെ ആയത് നന്നായി എന്ന് പറഞ്ഞ് വാങ് അവളെ സമാധാനിപ്പിക്കുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിന് അവൻ്റെ ബോസിൻ്റെ കോൾ വരുന്നു. അടുത്ത് തന്നെ അവനൊരു ബിസിനസ് ട്രിപ്പ് പോകേണ്ടതുണ്ട്. അത് അറിഞ്ഞപ്പോൾ അവൻ കുറച്ച് വിഷമത്തിലാവുന്നു. പക്ഷേ അധികം ദൂരമൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, പോയിട്ട് വരാൻ സാവു പറയുന്നുണ്ട്. മെഡിക്കൽ എക്സ്പെൻസ് എത്രയായി എന്ന് ചോദിച്ചിട്ട് ഹൂഷുവിന് അത് നാളെ തന്നെ അയച്ചു കൊടുക്കണമെന്നും വാങ് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൂഷു ഈ സമയം ഷീവിനെയും കൊണ്ട് തിരികെ അവൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മരുന്നൊക്കെ കൃത്യമായി കഴിക്കണം എന്നൊക്കെ അവൾ അവനെ പറഞ്ഞേൽപ്പിക്കുന്നു. അവൾക്ക് ഈ തിരക്കിനിടയിൽ വൈകിട്ടൊന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള കാര്യം അവനറിയാമല്ലോ. അതുകൊണ്ട് നിനക്ക് വിശപ്പില്ല എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഈ സമയത്ത് അവളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി കേൾക്കുന്നു. എന്തായാലും മുകളിൽ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് പോകാം, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ കൂടി റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹൂഷുവിന് കുക്കിംഗ് ഒന്നും നന്നായിട്ട് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു കൈ വയ്യാത്ത എന്നെക്കാളും നന്നായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാണ് അവനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. ഹൂഷുവിൻ്റെ അങ്കിൾ നേരത്തെ പാഴ്സൽ അയച്ച ആ ഞണ്ട് അപ്പോഴും അവൻ എടുക്കാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇപ്പോഴും ജീവനോടെ തന്നെ സൂക്ഷിക്കാനുള്ള ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ഹൂഷു അത്ഭുതപ്പെടുന്നു. അവൾ അതിനിപ്പോഴും ജീവനുണ്ടോ എന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉണ്ടെന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പേടിച്ചിട്ട് അത് താഴെ പോകുന്നു. പെട്ടെന്ന് താഴെ വീഴാതെ അവൻ പിടിക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ല, ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് നീ തന്നെ നശിപ്പിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. എന്തായാലും രണ്ടുപേരും കൂടി അതൊക്കെ റെഡിയാക്കുന്നു.
അവന് പക്ഷേ ഡോക്ടർ പറഞ്ഞത് കാരണം അത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് ഹൂഷ് തന്നെയാണ് അതെല്ലാം കഴിച്ചു തീർത്തത്. അവന് കഞ്ഞിയാണ് കുടിക്കാൻ പറ്റിയത്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തിനാണ് അവൻ ഡാൻസിങ് ഹാളിലേക്ക് വന്നതെന്ന് അവൾ അന്വേഷിക്കുന്നത്. അവൾ ചീഫ് നിങ്ങിനെതിരായിട്ടുള്ള തെളിവ് അവൻ്റെ കയ്യിൽ നൽകിയിരുന്നല്ലോ. അതുപയോഗിച്ച് അവന് മേയറാവാൻ സുഖമായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങോട്ടേക്ക് പോവാതെ ഡാൻസിങ് ഹാളിലേക്ക് വരേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്നാണ് അവൾ ചോദിച്ചത്. ഈ വാച്ച് നിനക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ആ പോക്കറ്റ് വാച്ച് അവൻ കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട്. അവനത് കൂടെ കൊണ്ടുവന്നിരുന്നു. നീ എന്നെ സഹായിച്ച സ്ഥിതിക്ക് നിനക്ക് തിരിച്ചെന്തെങ്കിലും സഹായം ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ? അതാണല്ലോ പരസ്പരം വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതെന്ന് അവൻ പറയുന്നു. ഇപ്പോൾ ഇവനിങ്ങനെ മടിയില്ലാതെ എല്ലാത്തിനെ കുറിച്ചും തുറന്ന് പറയുന്നുണ്ടല്ലോ. മുമ്പ് പറയേണ്ട സാഹചര്യം വന്നപ്പോൾ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. അതിനെപ്പറ്റി ചെറിയ കുത്തലോടെ ഹൂഷ് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചത് നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പക്ഷേ സുലിൻ അങ്ങനെയല്ല. അവരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഏത് മോശം വഴിയിലൂടെയും പോവാൻ അവർ തയ്യാറാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ സംസാരിച്ചതെന്ന് അവൻ പറയുന്നു. തന്നെ സംശയിക്കുകയായിരുന്നില്ല, മറിച്ച് തൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള പേടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും നിന്നെ ചതിക്കുകയില്ല. കാരണം നിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വളരെ സ്മാർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് ആ വാച്ച് തട്ടിയെടുത്തിട്ട് ഇതെന്തായാലും നീ എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ, ഇതൊരു ഓർമ്മയ്ക്കായി എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു. ഇത് വെറും ഒരു പ്രോപ്പല്ലേ, ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അത്രയും വലിയൊരു ഗെയിം സെൻറ്ററിൻ്റെ ഓണറാണ് നീ, എന്നിട്ടും ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു പ്രോപ്പിന് വേണ്ടി നീ എന്നോട് തർക്കിക്കാൻ നിൽക്കുകയാണോ എന്ന് ഹൂഷു തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴാണ് താനാണ് ഓണറെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലേ എന്ന് അവൻ ചോദിക്കുന്നത്. ഹൂഷുവിന് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ചെറിയ സംശയമുണ്ടായിരുന്നു. അതിനുള്ളിലെ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസൈൻ ചെയ്തത് അവൻ തന്നെയാണോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അതും അവൻ സമ്മതിക്കുന്നു. ഇത്ര ജോലി തിരക്കുള്ള അവൻ എന്തിനാണ് ഒരു NPC ആയിട്ട് ഈ ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് അവൾ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഗെയിം കളിക്കുന്നതെന്ന് അവൻ ചോദിച്ചത്. ഗെയിമിനുള്ളിൽ കയറി കഴിയുമ്പോൾ എനിക്ക് മറ്റൊരു ലോകത്തെത്തിയ പോലെ ഫീലിംഗ് ആണ്. പുറത്തുള്ള പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആ കുറച്ച് സമയത്തേക്ക് ഞാൻ ചിന്തിക്കാറേ ഇല്ല. ലൈഫിൽ എപ്പോഴും വിജയിക്കാൻ പറ്റില്ലെങ്കിലും ഗെയിമിൽ ചിലപ്പോഴൊക്കെ എനിക്ക് വിജയത്തെക്കുറിച്ച് അറിയാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല രസമാണ് എന്ന് അവൾ പറയുന്നു. എനിക്കും അതേപോലെ തന്നെയാണ്. ഗെയിമിനുള്ളിൽ കയറി കഴിയുമ്പോൾ എനിക്ക് ഈ ഷാവോ ഷിയുവായി ജീവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അവനും പറയുന്നു. അവൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവൻ സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഷിയുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരായിട്ടാണ് നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ജനറൽ ഷിൻ ആയിട്ടാണോ എന്നും അവൾ സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അപ്പോൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഉഷു തിരികെ പോയ ശേഷം ആ പ്രോപ്പ് കയ്യിലെടുത്ത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഡിസൈനൊക്കെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഷീവിൻ്റെ കഴിവാണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് അത് തുറക്കാൻ പറ്റുമെന്ന് അവൾ കാണുന്നത്. തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു അച്ഛനും മകനും കൂടി നിൽക്കുന്ന ഫോട്ടോ അവൾ കാണുന്നു. ജനറൽ ഷിന്നിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയും അയാളുടെ അച്ഛനുമാണ് അതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ജനറൽ ഷിന്നിന് പുറകിൽ എന്തൊക്കെയോ കഥയുണ്ട് എന്നും അവൾ ഊഹിക്കുന്നുണ്ട്. ഷിയോ ഈ സമയം നേരത്തെ അവൾ ചോദിച്ചതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെയിമിനുള്ളിൽ കയറി കഴിയുമ്പോൾ മറ്റൊരാളായി ജീവിക്കാനാണ് താല്പര്യമെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. ശരിക്കും അവൻ്റെ ചെറുപ്പത്തിലെ പേര് ഗെയിമിനുള്ളിലെ ഇപ്പോഴത്തെ ജനറലിൻ്റെ പേരായ ഷാവോയി എന്നായിരുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ എപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നതും അച്ഛനൊപ്പം ഇരുന്ന് അച്ഛൻ ഡിസൈൻ ചെയ്യുന്നത് പോലെ ബിൽഡിങ്ങുകളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ടായിരുന്നതുമൊക്കെ അവനപ്പോൾ ഓർക്കുന്നുണ്ട്. അച്ഛനും അവനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനിതൊക്കെ ഓർക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹുഷു അവനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി അവൻ്റെ റൂമിലേക്ക് എത്തുന്നുണ്ട്. അവൾ തന്നെയാണ് അതൊക്കെ അവന് സെർവ് ചെയ്ത് കൊടുത്തത്. ഇത്രയധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കിതൊക്കെ മറ്റേ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അവൻ്റെ ഫ്രിഡ്ജ് കാലിയായിരുന്നതിനാൽ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസും അവൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഇതൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ കഴിക്കാവുന്നതാണ്, ഈ കണ്ടീഷനിൽ ഇത് ഹെൽപ്ഫുള്ളാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നുണ്ട്. അതേപോലെ അവന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓഫീസിലേക്ക് ഡ്രൈവറായിട്ട് താൻ കൂടെ വരാമെന്നും അവൾ പറയുന്നു. ഷിയോ സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ട്. അവളുടെ ഈ കെയറിംഗ് ഒക്കെ അവൻ ശരിക്കും എൻജോയ് ചെയ്യുകയാണെന്ന് തോന്നുന്നു.